വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീട്ടിൽ എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡിഷ് എന്ന് പറയുന്നത് ഒരു ഉപ്പുമാവാണ്. ഉപ്പുമാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ റവ കൊണ്ടുള്ള ഉപ്പുമാവ് അങ്ങനെയൊന്നും അല്ല. നമ്മുടെ പായസത്തിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാബൂനരി കൊണ്ട് നമ്മൾ കിഡിലൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാം. മുഴുവനായി കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മുടെ റവയായിരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ റൈസ് വെച്ച് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഒരു നോർത്ത് സ്റ്റൈലിലുള്ള ഉപ്പുമാവ്, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട്. ജീരകം, ഉപ്പ്, പിന്നെ മല്ലിയില, പിന്നെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ചെടുത്തത്, പിന്നെ നമുക്ക് പീനട്ട്സ് ആവശ്യമുണ്ട്. പീനട്ട്സ് എന്ന് പറയുമ്പോൾ വറുത്ത് അത് ഒരു കപ്പ് പൊടിച്ച പീനട്ട്സും ഒരു കപ്പ് പൊടിക്കാത്ത പീനട്ട്സും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇത്രയൊക്കെയാണ്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസി ആവശ്യമുള്ളവരാണെങ്കിൽ നമുക്കിതിലേക്കൊരു മുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു കപ്പ് സാബൂനരിയാണ്. സാബൂനരി എടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ രാവിലെയാണ് ഇത് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് രാത്രി ഒന്ന് കുതിർത്ത് വെക്കണം. കുതിർത്ത് വെക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഇതൊരു 2-3 പ്രാവശ്യം നന്നായി ഒന്ന് കഴുകി ഇതിലെ എല്ലാം കളഞ്ഞെടുക്കണം. എന്നിട്ട് സാബൂനരിയുടെ തൊട്ട് കുറച്ച് മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന പോലെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു 5-6 മണിക്കൂർ നമ്മളിതൊന്ന് കുതിർത്തെടുക്കണം. അപ്പം നമുക്ക് കുതിർത്ത് കിട്ടുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു മാറ്റം കാണാൻ പറ്റും. അപ്പോൾ ഞാനിത് കുതിർത്തെടുത്ത സാബൂനരിയാണ്. അപ്പോൾ നമ്മൾ കുതിർത്ത് ഇപ്പോൾ രാത്രി ഇട്ട് രാവിലെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇതിൽ മുഴുവനും വെള്ളം അങ്ങ് അബ്സോർബായിട്ട് ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ ആരും അതിലേക്ക് വീണ്ടും വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവൊന്ന് സ്റ്റിക്കി ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കൂടുതൽ വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പം നമ്മൾ തയ്യാറാക്കാൻ പോവാണ്. അപ്പം നമ്മുടെ ഒരു ചട്ടി നമ്മൾ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ പീനട്ട്സ് ഫ്രൈ ചെയ്യാൻ ഇടാം. അപ്പം നമ്മുടെ സാധാരണ പീനട്ട്സ് ഫ്രൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഇങ്ങനെ വെറുതെ ഇട്ട് ചൂടാക്കി എടുക്കാറാണ് പതിവ്. അപ്പോൾ ഈ ഉപ്പുമാവിലേക്കായി ഞാനൊന്ന് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി നമ്മുടെ ഉപ്പുമാവിന് ടേസ്റ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ഫ്രൈ ചെയ്ത പീനട്ട്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒരു കപ്പിലുള്ളത് നന്നായി ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരു കപ്പിലുള്ളത് ബൗളിലുള്ളത് പൊടിച്ചെടുത്തു. മറ്റേത് അങ്ങനെ തന്നെ ഒന്ന് ചെറുതായിട്ട് പീസായിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മുടെ കിഡിലൻ ഉപ്പുമാവ് തയ്യാറാക്കാൻ പോവാണ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു മുളക്, അതായത് ഇപ്പോൾ എരിവ് ആവശ്യം, അതായത് കുറച്ച് സ്പൈസി വേണ്ടവരാണെങ്കിൽ മുളക് പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചില്ലി മുളക് പച്ചമുളക് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പച്ചമുളക് യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യാണ്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. അതായത് കൊച്ചു കുട്ടികൾക്കെല്ലാം കൊടുക്കുമ്പോൾ നമ്മൾ എരിവ് അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇടാണ്ടാണ് ഇവിടെ ഇന്നത്തെ ഉപ്പുമാവ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്ക് ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾ കുഞ്ഞതായ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കുന്ന നന്നായി ഒന്ന് അതിൻ്റെ ഒരു ചെറിയൊരു ഫ്രൈ പോലെ ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ഈ സമയത്ത് ഈ പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഉപ്പ് നന്നായി പിടിച്ച് കിട്ടും. അതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പം നമ്മളിത് കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പൊട്ടറ്റോ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ജീരകം, അതായത് 1 സ്പൂൺ ജീരകമാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ആ ജീരകം ആ പൊട്ടറ്റോ ഒന്ന് സൈഡിലോട്ട് ആക്കിയിട്ട് നമ്മൾ ജീരകം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതായത് ജീരകത്തിന് ആ ഒരു പച്ച മണം മാറുന്ന പോലെ നമ്മളിന്ന് ഇതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് രണ്ടും കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ രണ്ടും കൂടി നന്നായി വഴറ്റിയെടുത്തിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ കറിവേപ്പില കാണിച്ചിരുന്നില്ല. അപ്പോൾ കറിവേപ്പില ഇടുന്നത് നമുക്ക് നല്ല സ്മെല്ലാണ് ഉപ്പുമാവിന്. അത് അറിയാമല്ലോ, നമ്മൾ ഏത് കറിക്കും കറിവേപ്പില ഇടുന്ന സമയത്ത് നല്ല ഒരു സ്മെല്ലായിരിക്കും. അതേപോലെ തന്നെ ഇതിലേക്കും ഒരു തണ്ട് ഞാൻ നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ സാബൂനരി, അതായത് കുതിർത്ത് വെച്ച സാബൂനരി ഞാൻ ഇതിലേക്ക് കുറച്ചായി ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇട്ടപ്പോൾ
അപ്പാടെ നമ്മളൊന്ന് ഇളക്കിയെടുക്കണമെന്നില്ല. നമ്മളൊന്ന് ചെറുതായി അതിന് ചൂട് കയറ്റി കൊടുക്കാം. അങ്ങനെ നിരത്തി വെച്ച് ഒരു മിനിറ്റ് നേരം അങ്ങനെ വെച്ച് പിന്നീട് നമുക്ക് അത് ഒന്ന് നന്നായി ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ വെള്ളം കൂടാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന്. അപ്പോൾ ഞാൻ ചെയ്തതിൽ, അതായത് ഞാൻ സാബൂനരി വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയി. അതുകൊണ്ട് കുറച്ച് എന്തോ ഒരു എനിക്ക് ഈ ഉപ്പുമാവ് അങ്ങനെ എന്തോ കുറച്ചൊന്ന് ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ചൂടായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ സാബൂനരിയുള്ള വെള്ളം ഒന്ന് അങ്ങനെ മാറിക്കിട്ടും. അപ്പോൾ നമ്മളൊന്ന് ചെറുതായി ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, എല്ലാം മിക്സ് ചെയ്യുക. നമ്മുടെ ഉരുളക്കിഴങ്ങും കറിവേപ്പിലും ജീരകവും ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന്, നമുക്ക് എത്രയാണോ ഉപ്പ് ആവശ്യമുള്ളത് അത് നമുക്ക് ഇതിലിട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ പീനട്ട്സ് ഫ്രൈ ചെയ്ത് മിക്സിയിട്ട് പൊടിച്ച് വെച്ചായിരുന്നു, ആ പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഉപ്പിട്ടു. ഇനി നമ്മുടെ പീനട്ട്സ് പൗഡറും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് നമ്മളിങ്ങനെ ഇളക്കിയെടുക്കണം. അതായത് നമ്മളിപ്പോൾ അടിയിലുള്ള ഇത് നന്നായി ഒന്നിങ്ങനെ റൗണ്ടായിട്ട്, നമ്മളിപ്പോൾ കേക്കിനുള്ള മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ റൗണ്ടായി അടിയിലുള്ള ഭാഗം മേലിട്ട് അങ്ങനെയല്ലേ നമ്മൾ മിക്സ് ചെയ്യുക, അതുപോലെ തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ പീനട്ട്സ് പൗഡർ ഇട്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഏകദേശം നമ്മുടെ സാബൂനരിയുള്ള വെള്ളം നമുക്ക് അങ്ങനെ ആറി പോവും. അപ്പം നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ഇട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് അങ്ങനെ പീസായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ പീനട്ട്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാബൂനരി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കിടിലം വിഭവമാണ് ഇത്, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ. ഇവർക്ക് ഏകദേശം എല്ലാ ദിവസങ്ങളിലും സാബൂനരിയുടെ ഉപ്പുമാവ് ഉണ്ടാവാറുണ്ട്. നമ്മളിപ്പോൾ സാധാരണ റവ ഉപ്പുമാവ് എല്ലാം കഴിക്കുന്ന പോലെയാണ്. അപ്പോൾ നല്ല കിടു ടേസ്റ്റാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് തയ്യാറാക്കി നോക്കാം. ഇനി നമ്മുടെ പായസത്തിൽ മാത്രമല്ല, സാബൂനരി അരി കൊണ്ട് ഇങ്ങനെയൊരു വിഭവം ഉണ്ടാക്കാമെന്ന് പഠിച്ചല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.